സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മണിപ്പൂർ കലാപം അതിരൂക്ഷമായി പടരുകയും ക്രൈസ്തവ ദേവാലയങ്ങൾ വ്യാപകമായി അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടും കേന്ദ്ര സർക്കാരിനെ പേടിച്ച് ക്രൈസ്തവ സഭകൾ നിശബ്ദത പാലിക്കുകയാണ്. അഖിലേന്ത്യാ കത്തോലിക്ക മൈത്രി സമിതി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധക്കുറിപ്പ് പോലും ഇറക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. അഖിലേന്ത്യാ കത്തോലിക്ക മൈത്രി സമിതി അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായ മാർ ആൻഡ്രൂസ് തായത്ത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നതായി പോലും അറിഞ്ഞ മട്ടില്ല. കേന്ദ്ര മണിപ്പൂർ സർക്കാരുകളുടെ നിഷ്ക്രിയത്വത്തിനെതിരെ മിണ്ടാട്ടമുട്ടി നിൽക്കുകയാണ് സഭാ നേതൃത്വങ്ങൾ. കേന്ദ്ര ഏജൻസികളെ ഭയന്നാണ് കേരളത്തിലെ മൈത്രമാർ മൗനം പാലിക്കുന്നതെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ പോലും ആക്ഷേപിക്കുന്നു. ഈ മാസം 28-ന് ഡൽഹിയിൽ വിവിധ സഭകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ കത്തോലിക്ക മൈത്രി സമിതിയുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നും ഉറപ്പില്ല. കേരള കത്തോലിക്ക മൈത്രി സമിതി, കേരള ചർച്ചസ് കൗൺസിൽ തുടങ്ങിയ സഭകളുടെ സംയുക്ത സംഘടനകളെല്ലാം മണിപ്പൂർ കലാപത്തിന് നേരെ കണ്ണടച്ച മട്ടാണ്. മണിപ്പൂരിലെ സംഘർഷം നിയന്ത്രണാതീതമായി തുടരുകയും ക്രൈസ്തവ സമൂഹം കടുത്ത അരക്ഷിതാവസ്ഥയിൽ തുടരുന്നിട്ടും സഹോദര സഭകളുടെ നിസ്സംഗതയാണ് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സമാനമാണ് സമൂഹ മാധ്യമ പ്രതികരണങ്ങളുടെയും പോസ്റ്റുകളുടെയും കേരളത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന വിവിധ ക്രിസ്ത്യൻ ആത്മീയ ഗ്രൂപ്പുകളുടെയും അവസ്ഥ. കോൺഗ്രസിനെതിരെ വ്യാപക പ്രചാരണങ്ങൾ നടത്തുന്ന ഈ കൂട്ടരും മണിപ്പൂരിലെ ക്രൈസ്തവ വംശീയതയ്ക്കെതിരെ മൗനം പാലിക്കുകയാണ്. BJP പക്ഷപാതിത്വത്തിലൂടെ പെരുമാറുന്ന ഇവരുടെ നിലപാടുകൾക്കെതിരെയും വിശ്വാസ സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയ ലത്തീൻ മതമേലധ്യക്ഷന്മാരെയും ഇവർ അധിക്ഷേപ പരാമർശങ്ങളും സമൂഹ മാധ്യമ പോസ്റ്റുകളായി രംഗത്ത് വന്നിരുന്നു. ഡൽഹി ആസ്ഥാനമായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ 673 ആക്രമണങ്ങൾ ഈ വർഷം ഒക്ടോബർ 31 വരെ നടന്നതായാണ് റിപ്പോർട്ട്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നതെന്നാണ് UCFന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വർഷം UPയിൽ 182-ഉം ഛത്തീസ്ഗഡിൽ 139 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് പ്രതിദിനം 2 വീത ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.